നീറ്റ് പരീക്ഷാ വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് മുംബൈ ദാദറിലെ ശിവാജി പാർക്കിനോട് ചേർന്ന് പ്രതിഷേധം തുടരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ധാരാളമായി പ്രതിഷേധത്തിലേക്ക് ഒഴുകിയെത്തിയതോടെ പോലീസ് വിന്യാസം ശക്തമാകുന്നു. പ്രതിഷേധം തുടർന്നതോടെ പോലീസ് വിദ്യാർത്ഥികളായ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യാൻ ആരംഭിക്കുന്നു. ഇതിനിടെ പ്രതിഷേധിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളെ പോലീസ് വാനിൽ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നു. ആളുകൾ നിരവധി ഉണ്ടായിരുന്നുവെങ്കിലും പോലീസ് നടപടിയെ ചോദ്യം ചെയ്യാൻ ആരും കാര്യമായി മുന്നോട്ട് വന്നില്ല. എന്നാൽ കോരിച്ചൊഴിയുന്ന മഴയെ അവഗണിച്ച് തലയിൽ തൊപ്പിയും ഹൂഡിയും ധരിച്ച് പോലീസ് വാനിന് മുന്നിൽ കയറി നിന്ന ഒരു 27-കാരി ആ വാഹനം തടഞ്ഞു. വാൻ തടയുക മാത്രമല്ല, എന്താണ് പ്രതിഷേധമെന്ന് പോലീസിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ഇവരാണ് നടിയും മോഡലുമായ റിയ അഹിർ. മുംബൈ ദാദറിലെ ശിവാജി പാർക്കിൽ പ്രതിഷേധിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളെ വാനിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പെരുമഴയിൽ പോലീസ് വാനിന് മുന്നിൽ കയറി നിന്ന് റിയ അഹിർ പോലീസ് വാൻ തടയുകയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ ആരോപിച്ചും ഡൽഹിയിൽ പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ചും കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് മുംബൈ ദാദറിലെ ശിവാജി പാർക്കിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധത്തിൽ പങ്കുചേരുന്നതിന് സ്ഥലത്തെത്തിയ അഹിർ സുഹൃത്തുക്കൾ വരുന്നതിനായി കാത്തിരിക്കുന്നതിനിടെയാണ് സംഭവം. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് ബലമായി വാനിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ റിയ അഹിർ വാഹനം തടയുകയായിരുന്നു. കോഹിനൂർ സ്ക്വയറിൽ നിന്ന് ശിവാജി പാർക്കിലേക്ക് നടക്കുമ്പോഴാണ് പോലീസ് വാൻ കണ്ണിൽപ്പെട്ടത്. വാനിൽ വിദ്യാർത്ഥികളെ നിറച്ചിരുന്നു. ഇതോടെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെന്ന് അഹിർ പറയുന്നുണ്ട്. വാനിലുള്ളവരെ കസ്റ്റഡിയിലെടുക്കാൻ ആവശ്യമായ രേഖകൾ പക്കലുണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. ചോദ്യം അവഗണിച്ച് പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങി. വാഹനം വേഗത കൂട്ടുകയും തടയാൻ സാധിക്കില്ലെന്ന് വ്യക്തമാകുകയും ചെയ്തതോടെയാണ് വാഹനത്തിന് മുന്നിലേക്ക് കയറി നിൽക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ അവരെ വിട്ടയക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ അവരെ വിട്ടയക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. വാൻ കുറച്ചു ദൂരം സഞ്ചരിച്ച ശേഷം കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരെ വിട്ടയക്കുമെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞെങ്കിലും ഞാനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവരെ വിട്ടയക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അവരെ വിട്ടയക്കണമെന്നായിരുന്നു എൻ്റെ ആവശ്യം. വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തതിന് പോലീസിന് വിശദമായ വിശദീകരണം നൽകാനായില്ല. കാരണം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കറിയാമായിരുന്നു. ശക്തമായ മഴയും പോലീസിന്റെ സമ്മർദ്ദവും അവഗണിച്ച് ഏകദേശം മിനിറ്റുകളോളം റിയ അഹിർ പോലീസ് വാനിന് മുന്നിൽ നിന്നു. വാഹനത്തെ ഒരു കൈകൊണ്ട് തടയുകയും അസാധ്യ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തതോടെ സമീപത്തുണ്ടായിരുന്നവരും ഏറ്റുവിളിച്ചു. ഏറെ നേരം കഴിഞ്ഞ് പോലീസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ മോചിപ്പിക്കുകയായിരുന്നു. അവർ വാഹനം വേഗത്തിലാക്കുകയും തന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് അഹിർ പറയുന്നുണ്ട്. ഒരു കാര്യം എനിക്കറിയാമായിരുന്നു, ഞാൻ തുടങ്ങിയ ഇക്കാര്യം അവസാനിപ്പിക്കണമായിരുന്നു. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാത്തതിൽ എനിക്ക് കുറ്റബോധം തോന്നും. പ്രതിഷേധിക്കുന്ന ആളുകളെ കുറ്റവാളികളെ പോലെ കാണുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. പോലീസ് അവരുടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവർ അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നില്ല. ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ പൗരന്മാരുടെ ഉത്തരവാദിത്വം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്ന് അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് നടപടിയിൽ ഇടപെടാൻ തീരുമാനിച്ചതെന്ന് അഹിർ പറയുന്നുണ്ട്. പ്രതിഷേധക്കാർക്ക് ദീർഘകാല തടങ്കലും നിയമ നടപടിയും നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. അവരെ പിടികൂടിയാൽ കസ്റ്റഡിയിലെടുക്കുമെന്നും അവർക്കെതിരെ FIR ഉണ്ടാകുമെന്നും എനിക്കറിയാമായിരുന്നു. അതിനാലാണ് ഇടപെടേണ്ടി വന്നത്. ഒരു പൗരൻ എന്ന നിലയിൽ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നുവെന്ന് റിയ അഹിർ പറയുന്നുണ്ട്. ഞാൻ ഒരു വിദ്യാർത്ഥിയല്ല, എൻ്റെ അച്ഛൻ ഒരു കർഷകനുമല്ല, ഞാനും അങ്ങനെയല്ല. പക്ഷേ അവർ ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ ചെയ്തത് തെറ്റാണ്. അവരുടെ പ്രവൃത്തികൾക്ക് അവർ ഉത്തരവാദികളായിരിക്കുമെന്ന് റിയ അഹിർ പറയുന്നു. പ്രതിഷേധക്കാരെ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതിഷേധ സ്ഥലത്ത് എത്തി അവരെ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിലെ ഉദ്യോഗസ്ഥന്റെ മകളാണ് അഹിർ. കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും സേനയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ മുംബൈ സർവകലാശാലയിലെ ഡിസ്റ്റൻസ് വിദ്യാർത്ഥി കൂടിയായ യുവതി 13 വർഷമായി നാടകരംഗത്തുണ്ട്. സ്വന്തമായി വസ്ത്രങ്ങൾ കൈകൊണ്ട് നിർമ്മിച്ചു വിൽക്കുന്ന റിയാസത്ത് എന്ന ബ്രാൻഡിന്റെ ഉടമ കൂടിയാണ് യുവതി. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ അഹിർ ഒരു സംഗീത ആൽബത്തിലും അഭിനയിച്ചിട്ടുണ്ട്.
മോഡലായും മ്യൂസിക് വീഡിയോകളിലെ സാന്നിധ്യവുമായ റേയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ വലിയ ആരാധക വൃന്ദമുണ്ട്. അഭിനേത്രി, മോഡൽ, സംരംഭക, അവതാരക, സാമൂഹിക പ്രവർത്തക എന്നതിനപ്പുറം രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിൽ ശ്രദ്ധ നേടിയ അഹിർ വിനോദ ഡിജിറ്റൽ മേഖലയിൽ സാന്നിധ്യം സ്ഥാപിച്ചിട്ടുണ്ട്. മോഡലിങ്ങിനും അഭിനയത്തിനും പുറമെ നിരവധി സംഗീത വീഡിയോകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഏറ്റവും പുതിയ മ്യൂസിക് വീഡിയോയായ ദിൽബാര 2025 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയിരുന്നു.